പാലക്കാട് വാളയാറിലും ഇന്ന് കാട്ടാന ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഒരു കർഷകന് പരിക്കേൽക്കുകയും ചെയ്തു. വാളയാർ വാത്യാർചള്ള സ്വദേശിയായ വിജയനാണ് പരിക്കേറ്റത്. കാലിനും ഇടുപ്പിനും പരിക്കേറ്റ വിജയനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദ് ഉടുമ്പശ്ശേരി സംഭവ സ്ഥലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെയാണ് ഈ ആനയുടെ ആക്രമണത്തിൽ ഈ പ്രദേശവാസിയായ വാളയാർ വാദ്യാർചള്ള സ്വദേശി വിജയന് പരിക്കേൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിജയന്റെ അച്ഛൻ രത്നം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇത്, എങ്ങനെ ഈ സംഭവിച്ചത്? ഇത് 4 മണിക്ക് സംഭവിച്ചതാണ്. വന്നത് ഞങ്ങൾ 12 മണിക്ക് ഒരിക്കൽ വന്ന് ഗാർഡ്മാരെ ഇവരൊക്കെ കൂടി ആട്ടി വിട്ടു. പിന്നെ ഒരിക്കൽ വന്ന് ആട്ടി വിട്ടു. പിന്നെ 4 മണിക്ക് നിന്നാണ് അവിടെ നിന്ന് ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ 3 എണ്ണം ഇരുന്നു. ഞാനും മകനും കൂടി വന്ന് അടിച്ച് നോക്കിയപ്പോൾ ഇവിടെ പോയി കയറി നിന്നിട്ട് ഇവിടെ നിന്നു. പോയ ആന തിരിഞ്ഞുകാണ്ട് മുട്ടിക്ക് മകനെ ഇതാക്കി. സ്ഥിരമായി കാട്ടാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ചെറുതായിട്ട് വരിക തന്നെ. ഇന്നലെ വനം വകുപ്പ് ഒരു തവണ വന്ന് ഓടിച്ചു, 2 വട്ടം വന്ന ഒരാട്ടി. 2 വട്ടം ആട്ടിയിട്ട് 3ാമത്തെ ട്രിപ്പ് നമ്മൾ മകനും ഞാനും കൂടി ആന നിൽക്കണ പറഞ്ഞ വന്നത്. അദ്ദേഹത്തിന് എന്താ പരിക്ക് പറ്റിയിട്ടില്ലേ? വീണിട്ട് വേദന, കാലിൽ ഒരടി ഉണ്ട്. ഇതന്നെ നമ്മൾ തന്നെ ആശുപത്രി പോയിട്ടുണ്ട്. രത്നം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അച്ഛനാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ പാടത്ത് ഇവിടെ ഈ ആന ചവിട്ടി നശിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടുന്ന് നേരത്തെ ധോണി മുതൽ വാളയാർ വരെയുള്ള വിവിധ മേഖലകളിലെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നലെ ധോണിയിലെ പ്രദേശവാസികൾ അവരുടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഒരുങ്ങുന്നത്. അതിൽ ആദ്യം മാസ് പെറ്റീഷൻ നൽകുകയും പിന്നെ ഓരോ ഘട്ടങ്ങളിലായി സമരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ധോണി നിവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെയും ഈ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാണല്ലേ? കൂടുതലാണ്, ഇപ്പോൾ കൂടുതലാണ്. നേരത്തെ ഉണ്ടായിരുന്നില്ല, കുറവാണ്. ഈ സ്ഥലമൊക്കെ പോയ ശേഷം കുറച്ച് വീടുകളേ ഉള്ളൂ, കുറച്ച് കൃഷിയേ ഉള്ളൂ. കൂടുതലായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ തോട്ടത്തിൽ വന്നു 7 തെങ്ങ് പോയിട്ടുണ്ടായിരുന്നു. തൊട്ട് കൃഷി ബാലകൃഷ്ണൻ പറഞ്ഞ ആളുടെ 250 വാഴ പോയി. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പ്രശ്നത്തിലാണ്. കൂട്ടം കൂട്ടമേ വരുന്നത്. ഈ വനം വകുപ്പ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവര് വരുന്നുണ്ട്. അവർ വന്നിട്ട് എന്താ ചെയ്യുക നോക്കി. ഇപ്പോൾ എത്ര ഇപ്പോൾ പഞ്ച പോയി നെൽകൃഷി ഉണ്ടാക്കണം പറഞ്ഞാൽ എന്താ പാട്. കൃഷിക്കാരന് കിട്ടുന്നത് വലിയ ലാഭമില്ലാത്ത കൃഷിയാണ് നെൽകൃഷി. ഇപ്പോൾ കൂലിയും ഇതൊക്കെ കൂടിയിട്ട് സമയത്ത് ഭയങ്കര ശല്യം. കാട്ടാന ശല്യം മാത്രമല്ല, കാട്ടുപന്നിയും പുലിയും എല്ലാം ഈ മേഖലകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ധോണി മുതൽ വാളയാർ വരെയുള്ള വിവിധ മേഖലകളിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക്, ജനകീയ കൂട്ടായ്മയിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട് നീങ്ങുന്നു. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം.